ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോർഡർ ഗവാസ്കർ ട്രോഫിയെക്കുറിച്ചാണ്. മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഇന്നലത്തെ കവർ ഡ്രൈവിൻ്റെ എപ്പിസോഡിൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്തൊരു കാര്യമാണ്. അത് ലൈവ് ആയതുകൊണ്ട് എല്ലാവർക്കും കാണാൻ സാധിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വളരെ ടൈം കുറച്ചിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ബോർഡർ ഗവാസ്കർ ട്രോഫി ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്ന രണ്ട് ടീമുകളാണ് ഓസ്ട്രേലിയയും ഇന്ത്യയും. ഈ രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ എന്തായാലും ഒരു ഹൈപ്പ് ക്രിയേറ്റ് ആവുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ ഒരു ഓവർ ഹൈപ്പാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത് ഈ ഒരു സീസണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയൻ മാധ്യമങ്ങളുടെ ആ ഒരു മുഖചിത്രം എന്തായിരുന്നു നമ്മളെല്ലാവരും കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയൻ പ്ലെയേഴ്സിൻ്റെ വീഡിയോയും നമ്മൾ കണ്ടതാണ്. ICCയുടെ പേജുകളിലൊക്കെ കൂടി ഷെയർ ആയിട്ടുണ്ടായിരുന്നു. ഒരു എക്സ്ട്രാ ഹൈപ്പ് ഈ ഒരു സീരീസിന് ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്നും കൊടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ആഷസിനോട് കിടപിടിക്കാവുന്ന രീതിയിലുള്ള ഹൈപ്പ് തന്നെ ഈ ഒരു ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് കൊടുക്കുന്നുണ്ട് അവിടെ ഓസ്ട്രേലിയൻ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് മാനേജ്മെൻറ്റും. അത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ വലിയൊരു ഡൗൺഫാളിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ടാണ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. പക്ഷേ ഈ ഒരു ഡൗൺഫാളിൽ നിന്ന് കരകയറുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടൊരു കാര്യമല്ല. ന്യൂസിലാൻഡിനെതിരെ ഏറ്റ തോൽവി എന്ന് പറയുന്നത് വലിയ തിരിച്ചടിയും അതോടൊപ്പം തന്നെ കോൺഫിഡൻസിൻ്റെ കാര്യത്തിൽ വലിയൊരു കുറവും വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും തിരിച്ചു കയറുക എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമായിട്ടൊരു കാര്യമല്ല. പോരാത്തതിന് പല താരങ്ങളുടെയും അൺഅവൈലബിലിറ്റി നമുക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. ഓൾറെഡി ഗില്ല് പരിക്ക് മൂലം ആദ്യ മത്സരത്തിൽ നിന്ന് പുറത്തായി. രോഹിത് ശർമ്മ ആദ്യ മത്സരത്തിൽ അൺഅവൈലബിൾ ആണ്. ഓപ്പണിംഗ് സൈഡിൽ വേറെ ചേഞ്ചുകൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. മിഡിൽ ഓർഡർ അത്ര സ്റ്റേബിൾ ആണോ എന്ന് ചോദിച്ചാലല്ല, പലരുടെയും ഔട്ട് ഓഫ് ഫോം. ഇതൊക്കെ വലിയ തിരിച്ചടി തന്നെയാണ് ടീം ഇന്ത്യക്ക്. എന്തായാലും ഒരു പ്രോബബിൾ 11 എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരുപോലെ തന്നെയാണ്. ജയ്സ്വാൾ, KL രാഹുൽ കൂട്ടുകെട്ട് തന്നെയായിരിക്കും ഓപ്പണിങ്ങിൽ പരീക്ഷിക്കുക. 1 ഡൗൺ ആയിട്ട് ദേവ്ദത്ത് പടിക്കലും ദെൻ വിരാട് കോഹ്ലി അതോടൊപ്പം തന്നെ നിതീഷ് കുമാർ റെഡ്ഡി എന്ന ഓൾറൗണ്ടറിനെ ഈ ഒരു മത്സരത്തിൽ പരീക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. ഋഷഭ് പന്ത് ലെവലിൽ കാണും. അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയൻ മണ്ണിൽ പോയിട്ട് അത്യാവശ്യം നന്നായിട്ട് ആ ഒരു ബാറ്റ് ചെയ്തൊരു താരമാണ് ധ്രുവ് ജൂറൽ. കഴിഞ്ഞ മത്സരങ്ങളിലെ സെഷനിലൊക്കെ നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ താരത്തിന് സാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ട് ധ്രുവ് ജൂറൽ ലെവലിലുണ്ടാവും. പിന്നീട് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സീം ബോളിങ്ങിനായിട്ട് ഒരു ലൈനപ്പ് പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏക സ്പിന്നറായിട്ട് അശ്വിൻ മാത്രമേ ലെവലിൽ കാണൂ. ഓവർ ജഡേജ അശ്വിനെയാണ് അവിടെ പ്ലേസ് ചെയ്യാൻ സാധ്യതകൾ കൂടുതൽ. ബിക്കോസ് ഓഫ് ബാറ്റിംഗ് കേപ്പബിലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ്. അത് മുമ്പ് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അശ്വിൻ അവിടെ വരാൻ സാധ്യതകൾ കൂടുതൽ. ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബൂമ്ര തന്നെയായിരിക്കും നമ്മുടെ പേസ് ബോളിംഗ് അറ്റാക്കിന് തുടക്കമിടുന്നത്. ബൂമ്ര, സിറാജ്, ആകാശ്ദീപ് എന്നിവരെയായിരിക്കും പരീക്ഷിക്കുക. രണ്ടാം മത്സരത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ മാറും. ഷമിയൊക്കെ ഇന്നലെ ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സീനിയർ താരങ്ങളായിട്ടുള്ള KL രാഹുൽ അതോടൊപ്പം തന്നെ വിരാട് കോഹ്ലി എന്നിവരുടെ ഭാഗത്ത് നിന്ന് വലിയ ഗെയിം ഇവിടെ വന്നാൽ മാത്രമേ ബാക്കി താരങ്ങൾക്ക് വലിയൊരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. എന്തായാലും ഋഷഭ് പന്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ട്. കാരണം താരം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊരു കോൺഫിഡൻസ് അവിടെ തോന്നിപ്പിക്കുന്നുണ്ട്. അതെന്തായാലും ഓക്കെ. പക്ഷേ വിരാട് കോഹ്ലി, KL രാഹുൽ എന്നീ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് പിന്നീടുള്ള മത്സരങ്ങളിലേക്ക് വരുമ്പോൾ കിട്ടുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. ഒരുപക്ഷെ ആദ്യ ടെസ്റ്റ് മത്സരം ഒരു സമനിലയിലോ അല്ലെങ്കിൽ ഇന്ത്യ വിജയത്തിലേക്കോ കലാശിപ്പിക്കുകയാണെങ്കിൽ കിട്ടാൻ പോകുന്ന കോൺഫിഡൻസ് വെച്ച് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു BGT തൂക്കാം. അത്ര ഈസി അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ആദ്യത്തെ മത്സരത്തിൽ കിട്ടുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമായിരിക്കില്ല. പലരെ സംബന്ധിച്ച് നിർണായകമാണെന്ന് ഞാൻ പറഞ്ഞു. വിരാട് കോഹ്ലി ഫോമിലേക്ക് ഉയർന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിലവിൽ ഇന്ത്യൻ ടീമിൻ്റെ ആ ഒരു ബാലൻസിന് പ്രശ്നമായി നിൽക്കുന്നുള്ളൂ. ആൾ തിരിച്ച് ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ലെവലായിട്ട് BGT തെളിച്ച് നമുക്ക് പോരാ. എന്തായാലും ആ ഒരു പഴയ വിരാട് കോഹ്ലിയെ അത്രയും അത്രയും ആംഗ്രി ആയിട്ടുള്ള ഗ്രൗണ്ടിൽ അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ രീതിയിൽ സ്ലെഡ്ജ് ചെയ്യാൻ സാധിക്കുന്ന, അതോടൊപ്പം തന്നെ ഫുൾ ഡേ ഒരേ ഫ്ലെക്സിൽ നിൽക്കാൻ സാധിക്കുന്ന ആ ഒരു വിരാട് കോഹ്ലിയെ കിട്ടിക്കഴിഞ്ഞാൽ വേറെ ലെവലായിട്ട് ആൾക്കാർക്ക് കിട്ടുന്ന കോൺഫിഡൻസ് പറയുന്നത് വേറെ ലെവലായിരിക്കും. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന 2 എവേ സീരീസിൽ ഇതിനു മുമ്പ് BGT കളിക്കാൻ പോയപ്പോഴും നമുക്ക് നിർണായകമായി വൻമതിൽ പോലെ നിന്ന ഒരു താരമുണ്ട്, പുജാര. അങ്ങനൊരു താരത്തെ ശരിക്കും ലെവലിൽ മിസ് ചെയ്യുന്നുണ്ട്. പലരും പറയുന്നുണ്ട് താരത്തിൻ്റെ പുള്ളി ഹൈ സ്കോറിംഗ് ഒന്നും നടത്താറില്ലല്ലോ, പുള്ളിയൊക്കെ എന്തിനാണ് ലെവലിലെന്ന്. പക്ഷേ ഈ പറയുന്ന ടെസ്റ്റിൽ ഇങ്ങനൊരു താരം നിർണായകമാണ്. ഒരു സൈഡിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് എതിർ ടീമിന് കൊടുക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമല്ല. പുജാരയെ പോലൊരു താരം ദേഹത്ത് കയറി മേടിക്കുന്നത് ഇയാൾക്ക് എന്താ ബാറ്റ് വെച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ കൂടുതൽ ഫോളോ ചെയ്യാത്തവർക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ടെസ്റ്റ് അങ്ങനെയാണ്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അത് എതിർ ടീമിൽ നാളെ സ്മിത്ത് കാണിച്ചു തരും എങ്ങനെയാണെന്ന്. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടീമിന് എക്സ്ട്രാ പ്രഷർ കൊടുക്കും എതിർ ടീമിന്. അതോടൊപ്പം തന്നെ മറു സൈഡിൽ നിൽക്കുന്ന ആൾക്ക് ഒരു കോൺഫിഡൻസും കൂടെ കൊടുക്കും. ഒരു സൈഡിൽ നിന്ന് നന്നായിട്ട് റൺസ് വരികയും മറ്റേ സൈഡിൽ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഇന്നിങ്സ് പടുത്തു വരുത്താൻ സാധിക്കും. എൻഡ് ഓഫ് ദ ഡേ ആ ഹോൾഡ് ചെയ്യുന്ന ആളുടെ സ്കോർ കാർഡിൽ ബോളുകൾ കൂടുതലും റൺസ് വളരെ കുറവായിരിക്കും. പക്ഷേ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്.
നിങ്ങൾ ഓർക്കുക, കഴിഞ്ഞ 2 എവേ സീരീസുകൾ കളിക്കാൻ പോയിട്ട് 2000-ന് മുകളിൽ ബോൾ ഫേസ് ചെയ്ത താരമാണ് പുജാര എന്ന് പറയുന്നത്. ബാക്കി ഇന്ത്യൻ താരങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരിക്കുന്ന 1200 ബോളുകളിൽ താഴെയാണ്. അപ്പം തന്നെ നിങ്ങൾ ഓർക്കുക എത്രമാത്രം ഇമ്പാക്റ്റാണ് പുജാര എവേ സീരീസിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സീരീസ് പല സീനിയർ താരങ്ങളെ സംബന്ധിച്ചും, പല സീനിയർ താരങ്ങളെ സംബന്ധിച്ചും വളരെയധികം നിർണായകമായിട്ടൊരു സീരീസാണ്. പിന്നെ ഓസ്ട്രേലിയൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ ഫുൾ ഫ്ലെക്സിലാണ്. ഓസ്ട്രേലിയൻ സ്ക്വാഡ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ 11 പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള 11ആണ്. മാനസ് ലാംഷനെ, സ്റ്റീവ് സ്മിത്ത് ലെവലുണ്ടാവും, ട്രാവിസ് ഹെഡ്, ഉസ്മാൻ ഖവാജ, നഥാൻ മക്സീനെ കളിക്കാൻ ചാൻസ് ഉണ്ട്. അലക്സ് കാരി തന്നെയായിരിക്കും വിക്കറ്റ് കീപ്പർ. ജോഷ് ഹേസൽവുഡ്, മിച്ചൽ സ്റ്റാർക്ക്, നിതാൻ ലിയോൺ, പാറ്റ് കമിൻസ് ആൻഡ് ഇതാണ് ഇവരുടെ ഒരു 11 വരാൻ സാധ്യത കൂടുതൽ. എന്തായാലും തീപ്പൊരി ആയിട്ടൊരു 11 തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു സീം ബോളിങ്ങിന് പറ്റിയൊരു ലൈനപ്പും അതോടൊപ്പം തന്നെ അതിന് പറ്റിയൊരു പിച്ചും തന്നെയായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് സ്റ്റാൻഡിൻ ക്യാപ്റ്റനായിട്ടുള്ള ബൂംറയുടെ അണ്ടറിൽ കളിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. നാളെ രാവിലെ 7:50 7:30 മറ്റുമാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെറ്റ്സ് സീ. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് രേഖപ്പെടുത്തി. ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.